ക്ഷേമ പെൻഷൻ വിതരണം 20-ാം തീയതി തുടങ്ങാത്തത് എന്ത്? ഇപ്പോൾ ഏതാനും മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. പക്ഷെ ഇലക്ഷന് തൊട്ട് 2 ദിവസം മുൻപ് 19-ാം തീയതി ഇലക്ഷൻ ആയിരുന്നല്ലോ, നിലമ്പൂർ ഇലക്ഷൻ. ആ ഇലക്ഷന് ഏതാനും ദിവസം മുൻപാണ് പറഞ്ഞത് 20-ാം തീയതി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങുമെന്ന്. എന്താണ് 20-ാം തീയതിയുടെ പ്രത്യേകത? 19-ാം തീയതി ഇലക്ഷനാണ്, 20-ാം തീയതി ഇലക്ഷന്റെ പിറ്റേന്നാണ്. അപ്പോൾ ഇലക്ഷന് നിങ്ങൾ എല്ലാവരും LDFന് വോട്ട് ചെയ്യൂ. ഇത് ക്ഷേമ പെൻഷൻ ഒരു കാരണവശാലും കുടിശ്ശികയാക്കി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതിനുള്ള ഫണ്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് 20-ാം തീയതി പെൻഷൻ വിതരണം തുടങ്ങും എന്ന ഉറപ്പ് നൽകുന്നത്. എന്ന് വെച്ചാല് അതിനു മുൻപാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീ ബാലഗോപാൽ പറഞ്ഞത്, അതായത് ഇത്തരം ഉറപ്പുകളൊക്കെ കൈക്കൂലി കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന്. ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത്? കാരണം ഈ കൃത്യമായിട്ട് കൊടുക്കേണ്ടിയിരുന്ന പെൻഷനാണ്, അത് മുടങ്ങിപ്പോയി. 19-ാം തീയതി ഇലക്ഷനാണ്. അതിനു മുൻപേ സാധാരണ രീതിയിൽ പെൻഷനുകളൊക്കെ 1-ാം തീയതിയോ 2-ാം തീയതിയോ ഒക്കെ ആയിട്ട് കൊടുക്കണം. കാരണം അവര് നിവൃത്തി ഇല്ലായ്മ കൊണ്ടാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി എത്തുന്നത്. അങ്ങനെ ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് വേണം അവർക്ക് അവരുടെ മരുന്ന് വാങ്ങൽ തൊട്ടുള്ള നിരവധി ആവശ്യങ്ങൾ നിർവഹിക്കാൻ. ഈ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ തന്നെ വേറൊരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉണ്ട്. ആ പണം അതുപോലെ തന്നെ വിപണിയിൽ എത്തും. പാവപ്പെട്ടവരുടെ കയ്യിൽ കിട്ടുന്ന 1600 രൂപ വിപണിയിലെത്തുമ്പോൾ വിപണി ഉണരും. വിപണി ഉണരുന്നത് കൊണ്ട് തന്നെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കൊക്കെ അത് ഉത്തേജനമാകും. അത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂട്ടും എന്നതുകൊണ്ട്. കാരണം അത്തരക്കാരുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാകും. അതല്ലാതെ ഈ പറയപ്പെട്ട ഫ്ലിപ്കാർട്ടിന്റെയോ ഒന്നും ഉൽപ്പന്നങ്ങളായിരിക്കത്തില്ല ഈ പാവപ്പെട്ടവർ വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ വ്യാവസായിക രംഗത്ത് എന്തെങ്കിലും ഒരു അനുരണനം സൃഷ്ടിക്കുക എന്നതിനൊക്കെ സാധ്യതയുണ്ട്. കൃത്യമായ രീതിയിൽ ഈ 1600 രൂപ പെൻഷൻ ജനങ്ങളുടെ കയ്യിൽ എത്തിയാൽ, അതും 62 കോടി പേരുടെ കരങ്ങളിലാണ് എത്തുന്നത്. അത് തന്നെയുമല്ല, ഇലക്ഷന് മുമ്പ് ഗവൺമെന്റ് പറഞ്ഞിരുന്നു 2 ലക്ഷം പേർക്ക് കൂടി, 62 ലക്ഷമാണ് ഇപ്പോഴുള്ളത്, 2 ലക്ഷം പേർക്ക് കൂടി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ടതിന് ശേഷമാണ് മിസ്റ്റർ ബാലഗോപാൽ ഇതൊരു കൈക്കൂലി വാഗ്ദാനമാണ് എന്ന് പറഞ്ഞത്. അതിൽ ഒരു തെറ്റും നമുക്ക് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇലക്ഷന് മുൻപ് കൈക്കൂലി വാഗ്ദാനം അല്ലെങ്കിൽ പിന്നെ 1-ാം തീയതി തന്നെ എന്തുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ കൊടുത്തില്ല? അപ്പൊ ഗവൺമെന്റ് നമ്മൾ ആലോചിക്കേണ്ടത്, ശ്രീ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റിൽ തന്നെ കൊണ്ടുവന്നിരുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നു. ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ധനത്തില് 2 രൂപ ടാക്സ് ഇട്ടിരുന്നു. ആ 2 രൂപ ടാക്സ് കേരളത്തിന്റെ ഇന്ധനത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, ചെലവഴിക്കുന്ന എന്റെ സുഹൃത്തുക്കൾക്കറിയാമല്ലോ. അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള മേജർ സംസ്ഥാനം എന്ന് വെച്ചാൽ അത് കേരളമാണ്. ഓൾ ഇന്ത്യ തലത്തിലെ ശരാശരി വെഹിക്കിൾ ഡെൻസിറ്റി 18 വെഹിക്കിൾ എന്ന രീതിയിലിരിക്കെ കേരളത്തിൽ അത് 485 ആയിരുന്നു. ഇപ്പൊ എത്രയായി എന്ന് അതൊരു 5-6 മാസം മുൻപുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. എനിവേ അത് 500 വെഹിക്കിൾസിന് അടുത്താണ്. അമേരിക്കയിൽ പോലും 535 അന്നത്തെ കണക്കനുസരിച്ച്. 6 മാസം മുൻപ് ഞാൻ കണക്ക് നോക്കുമ്പോഴുള്ള കണക്കനുസരിച്ച് 535 വെഹിക്കിൾസ് അമേരിക്കയിൽ പോലും ഉള്ളൂ. അതേ സമയത്താണ് ഇവിടുത്തെ വെഹിക്കിൾ ഡെൻസിറ്റി ഇത്രയധികം ഉയർന്നു നിൽക്കുന്നത്. എന്ന് വെച്ചാല് 2 രൂപ ചാർജ് ഇട്ടാൽ തന്നെയും കേരളത്തിൽ നല്ല വരുമാനം അതിൽ നിന്ന് കിട്ടും. അപ്പൊ ആ വരുമാനം ഉപയോഗിച്ചാൽ, ഒരു മാസം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ആ എമൗണ്ട് വകമാറ്റി കളഞ്ഞാലോ? CAG പറയുന്നത് പോലെ, ചൂണ്ടിക്കാണിക്കുന്നത് പോലെ വകമാറ്റലാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. അതായത് ധൂർത്ത്, വകമാറ്റൽ, ഇതൊക്കെയാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. അതുകൊണ്ടല്ലേ നമുക്കറിയാം കാരുണ്യ ബെനവളൻ സ്കീം അത് ഏകദേശം നിന്നതുപോലെ ആയിരിക്കുന്നു. ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ? ഏറ്റവും പാവപ്പെട്ടവർ. ആ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അതുപോലെ ഒരു സ്കീം കൊണ്ടുവരുന്നത്. ആ സ്കീം കൊണ്ടുവന്നു. ആ സ്കീം ഈ വർഷം കാരുണ്യ സ്കീം ലോട്ടറി വഴിയായിട്ട് 13,000 കോടിയോടടുത്ത് 12,896 എന്നാണ് എന്റെ ഓർമ്മ.
അത്രയും, അതായത് 13,000 കോടിക്ക് അടുത്ത എമൗണ്ട് ആ ലോട്ടറി വഴി കിട്ടിയിട്ടും 1,500 കോടിയോളം ഈ കാരുണ്യ സ്കീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആശുപത്രികൾക്കും മെഡിക്കൽ കോളേജുകൾക്കും കുടിശ്ശിക കിടക്കുകയാണ്. ആ കുടിശ്ശിക കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പൊ എന്താ സംഭവിച്ചത്? 13,000 കോടിയോളം പിരിഞ്ഞു കിട്ടി. പക്ഷെ പിരിഞ്ഞു കിട്ടിയത് വക മാറ്റിയത് കൊണ്ടാണ് ഈ ആശുപത്രികൾക്ക് കുടിശ്ശിക കൊടുക്കാൻ പറ്റാതെ വന്നത്. അതുപോലെ തന്നെയല്ലേ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്, മെഡിക്കൽ കമ്പനികൾ ആരും മരുന്ന് കൊടുക്കുന്നില്ല. എന്താ കാരണം? അവർക്ക് കോടികളുടെ ബാധ്യതയാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുത്തു തീർക്കാനുള്ളത്. അപ്പൊ എവിടെ പോകുന്നു ഇങ്ങനെ കളക്ട് ചെയ്യുന്ന പണം മുഴുവൻ? ഈ പണം മുഴുവനും വകമാറ്റി ചെലവഴിക്കുന്നു. വകമാറ്റി എവിടെയാ പോകുന്നത്? ഇതുപോലെയുള്ള റീൽസ് എല്ലാം ഗവൺമെന്റിന്റെ മഹത്വം കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു മഹത്വത്തെ പറ്റി ഒന്ന് ഓർമ്മപ്പെടുത്തിട്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകനും ഒരു പ്രസംഗമധ്യേ രണ്ടുപേരും പറഞ്ഞതാ, ആ മുതൽ ഹാ വരെ നാഷണൽ ഹൈവേ, ദേശീയ ഹൈവേ കേരളത്തിന്റെ ഇടപെടൽ കൊണ്ട്, കേരളത്തിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് അത് പ്രാവർത്തികമായതും പൂർത്തിയാകാൻ പോകുന്നതും എന്ന് പറഞ്ഞു. 2 ദിവസത്തിനകമാണ് കുരിയാട് സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ആ മുതൽ ഹ വരെ എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്ഷരമാല അറിയുന്നവരാണെങ്കിൽ അറിയാം, ആ ആദ്യത്തെ അക്ഷരം ഹ എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നു എന്ന് നോക്കണം. അല്ലെങ്കിൽ അക്ഷരമാല ക്രമം എടുത്തു വെച്ചൊന്ന് വായിക്കണം, ഒന്ന് ഓർമ്മ പുതുക്കണം. അപ്പൊ അറിയാം. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നാഷണൽ ഹൈവേയുടെ ക്രെഡിറ്റ് മുഴുവൻ കേരള ഗവൺമെന്റിനാണെന്ന് പറഞ്ഞ് നാവെടുത്ത് 2 ദിവസം കഴിയുന്നതിന് മുൻപേ കൂരിയാട് സംഭവം ഉണ്ടാകുന്നു. പിന്നെ തുടർച്ചയായിട്ട് പിന്നെ നാഷണൽ ഹൈവേ ഇടിഞ്ഞു താഴുന്നു. അതോടെ പിന്നെ മിണ്ടാട്ടമില്ല. പിന്നെ അതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുക മാത്രമാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഇങ്ങനെ ഈ വീം വിളക്കാൻ വേണ്ടി റീൽസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അങ്ങനെ കാണിച്ചിരിക്കുന്ന റീൽസ് ഒക്കെ എടുത്ത് നോക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു കാര്യം എടുത്തോളൂ. നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായി. 2019 പൂർത്തിയാകേണ്ടിയിരുന്നാണ്. 2024-ലോ 25-ലോ ആകട്ടെ ഒരു 1ാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിട്ട് നമുക്കുള്ള പ്രശ്നങ്ങൾ നമ്മളിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതവിടെ നിൽക്കട്ടെ. ആ പൂർത്തിയായി കഴിഞ്ഞിട്ടും അതായത് അതിനെ അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡിന് ഭൂമിയുടെ രേഖകളെല്ലാം ഗവൺമെന്റ് കൈപ്പറ്റിയിട്ട് വർഷങ്ങളായി. പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, അപ്രോച്ച് റോഡ് വന്നിട്ടില്ല. അതുകൊണ്ട് വികസനം ഭാഗികമായിട്ട് മാത്രം. അതുകൊണ്ട് റിംഗ് റോഡ് വരാത്തത് കൊണ്ട് തന്നെ ആ റിംഗ് റോഡിന്റെ വശങ്ങളിൽ വികസനം ഉണ്ടാകുമെന്ന് കരുതി കാത്തിരുന്നവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വിചാരിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ഒക്കെ ഡോക്യുമെന്റ്സ് ഗവൺമെന്റിന്റെ കയ്യിലാണ് താനും. ഇതൊക്കെയാണ്. അപ്പൊ അതിനെപ്പറ്റി ആ മുതൽ ഹാ വരെ എന്നൊരു ചൊല്ല്, അതായത് പിതൃത്വം, ആ മുതൽ ഹാ വരെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വിഴിഞ്ഞത്തിന്റെ പിതൃത്വം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് വിഴിഞ്ഞത്തിന് തറക്കല്ലിട്ട മുഖ്യമന്ത്രിയായ, അതായത് കോൺഗ്രസ് ആയിട്ടും ആ കോൺഗ്രസിൽ നിന്ന് ആരെയും, അതായത് ശശി തരൂർ അവിടെ ഉണ്ടായിരുന്നു, എം വിൻസെന്റ് MLA ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറയുമ്പോൾ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട കാര്യം പോലും അവിടെ മിണ്ടാൻ തയ്യാറാകാതെ അതിന്റെ പിതൃത്വം മുഴുവൻ ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് ഈ അപ്രോച്ച് റോഡ് നിവാസികളെ ആ കഷ്ടതയിൽ നിന്ന് അവർക്ക് വായ്പയെടുക്കാൻ നിവൃത്തിയില്ല, അവർക്ക് മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, അവർക്ക് മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ല. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടു. ഇനി വിഴിഞ്ഞം നിവാസികളുടെ, വിഴിഞ്ഞത്ത് നിന്ന് നിഷ്കാസിതരായ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അവരുടെ അവസ്ഥ എന്താ? ഇങ്ങനെ നമ്മൾ നോക്കിയാല് ചുറ്റി പിണഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതൊന്നുമില്ല, ഇവിടെ ഒരു എന്താ പറയുക, ഒരു സ്വർഗമാക്കി മാറ്റുന്നു എന്ന രീതിയിലാണ് റീൽസ് ഇറക്കി കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റിനോട് ഒന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ, ഇത് ശരിക്ക് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുന്നത് പോലെയല്ലായിരുന്നോ? 20-ാം തീയതി തന്നെ ഞങ്ങള് 19-ാം തീയതി ഇലക്ഷൻ, നിങ്ങൾ വന്ന് ഇലക്ഷൻ ചെയ്യും, 20-ാം തീയതി മുതൽ ഈ അരി വിതരണം തുടങ്ങും എന്ന് അവരോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവരെ ആകർഷിച്ച് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചത് സ്വന്തം വോട്ട് ബാങ്കിൽ സ്വന്തം അതായത് സ്ഥാനാർത്ഥി ജയിച്ചു വരണം എന്ന മോഹം കൊണ്ട് മാത്രമായിരുന്നോ? അതല്ല ഈ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കണം എന്നായിരുന്നെങ്കിൽ അതിനുവേണ്ടി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി 2 രൂപയുടെ നികുതി ഏർപ്പെടുത്തുക. ഇന്ധനത്തിന് 1 ലിറ്റർ ഇന്ധനം വിൽക്കുമ്പോൾ 2 രൂപ നികുതി ഏർപ്പെടുത്തിയിട്ട് ആ നികുതിയിൽ നിന്നുള്ള പണം, ഇത്രയധികം വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള കേരളത്തിൽ ആ നികുതിയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് തന്നെ അത് കൊടുക്കാൻ പറ്റേണ്ടതല്ലേ? ഇല്ലെങ്കിൽ തന്നെ അതിന് പണം സമാഹരിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല?
കാരണം ഈ പറയപ്പെട്ട എന്റെ കേരളം പോലെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി 100 കോടി വരെ ചെലവഴിക്കുന്ന ഒരു ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത്? ആശമാരോട് കാണിച്ചതുപോലെ തന്നെയുള്ള അവജ്ഞ, അവഗണന അതല്ലേ ഈ പാവപ്പെട്ടവരോട് ഈ 62 ലക്ഷം 64 ലക്ഷം എന്നൊക്കെ പറയുന്ന വോട്ട് കിട്ടേണ്ട സമയത്ത് അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുക? ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളയുക. അതല്ലേ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടല്ലേ സാമൂഹ്യ സുരക്ഷാ പെൻഷന് ഇനിയും ജനങ്ങൾ നോക്കിയിരിക്കേണ്ടി വരുന്നത്?